ശാസ്ത്രം ഭാഗം 5. ആധുനിക കാലത്തിൻ്റെ ജീവചാലക ശക്തികളായ ടിവിയും ടെലിഫോണും കമ്പ്യൂട്ടറും ഒക്കെയായ പ്രവർത്തനങ്ങളായി സംഭവിക്കുന്ന സൂക്ഷ്മമായ സാങ്കേതിക വിദ്യ എന്നത് ഇവിധമുള്ള ഉപകരണങ്ങളെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഭൂരിപക്ഷത്തിനെ സംബന്ധിച്ചും അല്പമായ അറിവ് മാത്രമായിരിക്കുകയും ചെയ്യുന്നു. ജീവൻ എന്ന സങ്കീർണ പ്രതിഭാസത്തെക്കുറിച്ച് ആർക്കും കാര്യമായൊന്നും അറിയാൻ സാധിക്കാത്തതുകൊണ്ട് ജീവന്റെ സൂക്ഷ്മാനുഭവങ്ങൾ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ ആവാതിരിക്കുന്നത് പോലെ തന്നെ സങ്കീർണമായ ശാസ്ത്രം ഉപയോഗിച്ച് സാധ്യമാക്കുന്ന അനുഭവങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെയെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാനാവാതെ പോകുന്നു എന്ന് മാത്രം. കമ്പ്യൂട്ടർ, ടിവി, ടെലിഫോൺ തുടങ്ങിയ ദൃശ്യ ശ്രാവ്യ സന്ദേശ മാധ്യമങ്ങൾ എല്ലാം തന്നെ ജീവന് സൂക്ഷ്മദർശന ശേഷി ആർജിക്കാവുന്ന അവസ്ഥയിലേക്ക് അടുത്തുവരുന്ന കാലത്തിൻ്റെ മഹത്വത്തിൽ നിന്ന് മനുഷ്യരാശിക്ക് ലഭ്യമാവുന്ന പൊതുവായ യോഗ്യതയുടെ പ്രത്യക്ഷാവസ്ഥയുമാകുന്നു. കാലത്തിൻ്റെ മഹത്വം കൊണ്ട് സൂക്ഷ്മതരമായി ഉന്നതമൂല്യമുള്ള അനുഭവഗുണം മനുഷ്യരാശിക്ക് ലഭ്യമാകുന്നു എന്ന കാരണത്താൽ തന്നെ ഇക്കാലത്ത് ജനിച്ച് അല്പമെങ്കിലും അറിവും വിദ്യയും ചിന്താശേഷിയും അനുഭവഗുണവുമൊക്കെ ലഭിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഓരോരുത്തരും ജീവപരിണാമഘട്ടങ്ങളിലെ കുറെയെങ്കിലും ഔന്നത്യം പ്രാപിച്ചു നിൽക്കുന്ന ശേഷികൾ തന്നെയാണ്. പുരാണങ്ങളിലും മതഗ്രന്ഥങ്ങളിലും കാലമേറെ പഴക്കമുള്ള കഥകളിലുമൊക്കെ വിവരിക്കുന്ന അമാനുഷികം എന്ന് പറയാവുന്ന അത്ഭുത ജീവനുകളെയും ദേവീദേവ സങ്കല്പത്തിലെ പ്രതിഭകളെയും ഒക്കെ നിരീക്ഷിക്കുമ്പോൾ ആ ശേഷികളെയെല്ലാം കർമ്മഫലം എന്ന നിലയിൽ സാമൂഹികമായി അനുഭവപ്പെടുത്തിയെടുക്കുന്ന ഒരു ജീവനിലവാരത്തിൻ്റെ കാലോചിതമായ ഗുണവിശേഷം എന്നതായി ഇന്നത്തെ ശാസ്ത്രീയ നേട്ടങ്ങളെ കാണാനാവുന്നു. ജീവന്റെയും പ്രപഞ്ചത്തിൻ്റെയും രഹസ്യങ്ങളെ സംബന്ധിക്കുന്ന അറിവ് എന്ന ശാസ്ത്രബോധത്തിൻ്റെ പഴയ കാലത്തിന് ഒത്ത സ്വഭാവം ആത്മീയം എന്ന വിവക്ഷയിൽപ്പെടുത്തി പറയുന്ന വിധത്തിലും അതിനൊത്ത പ്രവർത്തനഗതിയിലും ആയിരുന്നുവെന്ന് മനസ്സിലാക്കാനാവുന്നു. പ്രാപഞ്ചികമായ സൂക്ഷ്മോർജത്തിൻ്റെ വിനിയോഗത്തിലൂടെ വ്യക്തിത്വത്തിന് പ്രഭാവം സംഭവിക്കുന്നുവെന്ന് വരുന്നതിലൂടെ സൂക്ഷ്മതരമായ വിശേഷാനുഭവങ്ങൾ വ്യക്തി എന്ന ജീവന്റെ സ്വകാര്യാനുഭവം മാത്രമായി സംഭവിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളുടെ കാരണതരവും ലക്ഷ്യതരവും ആയിരിക്കുന്ന ഊർജ സൂക്ഷ്മ നിക്ഷേപങ്ങൾ ഉയർന്ന അളവിൽ ജീവനിലേക്ക് പകർന്നു വന്ന് നിക്ഷിപ്തമാവുന്ന അസാധാരണത്വമുള്ള അനുഭവത്തെയാണ് ആധ്യാത്മികം എന്ന സങ്കല്പം കൊണ്ട് വിവക്ഷിക്കാനാവുന്നത്. പോയ കാലത്തിൻ്റെതായ അറിവുകൾക്ക് ഒത്തവിധം സാധ്യമാക്കിയിരുന്ന ഭാവനാഭരിതമായ വിവരണങ്ങൾ എന്ന ആധ്യാത്മിക സങ്കല്പങ്ങൾ കൊണ്ട് ലക്ഷ്യം വെച്ചിരുന്നത് പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളുടെ കാരണതരവും ലക്ഷ്യതരവും ആയിരിക്കുന്ന ഊർജ സൂക്ഷ്മ നിക്ഷേപങ്ങൾ ജീവനിൽ നിക്ഷിപ്തമാക്കുക എന്നതു തന്നെ ആയിരുന്നു. ശാസ്ത്രത്തിന് ഒത്ത സാങ്കേതിക വിദ്യകൾ നിലവിൽ വരാതിരുന്ന പോയ കാലത്ത് ആധ്യാത്മികം എന്ന് പറയാവുന്ന ചിന്തയിലും പ്രവർത്തനത്തിലും അധിഷ്ഠിതമായ സമൂഹത്തിനും ലോകത്തിനും അനുഭവങ്ങൾ വന്നുപെടുന്നത് സ്വാഭാവികമായി തന്നെ അതിനൊത്ത വിധത്തിലായിരിക്കും. സാങ്കേതിക വിദ്യയുടെ പിൻബലമില്ലാതെ ചിന്തിച്ചും പ്രവർത്തിച്ചും നിൽക്കുന്ന ജീവസമൂഹങ്ങൾക്ക് ഇക്കാലത്ത് ലഭ്യമാവുന്നത് പോലുള്ള അറിവുകൾ ലഭിക്കുന്നതിന് സ്വാഭാവികമായി തന്നെ സാധ്യമല്ലായിരുന്നു. സാങ്കേതിക വിദ്യയുടെ അപര്യാപ്തത കൊണ്ട് തന്നെ പഴയകാല ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ കാണാനാവുന്ന വിവരണങ്ങൾ ഇന്നത്തെ നിലയിലുള്ള അറിവുകൾക്ക് ഒത്ത ഒരു പ്രപഞ്ചത്തെയല്ല നമുക്ക് കാണിച്ചു തരുന്നത്. ജീവൻ എന്ന സൂക്ഷ്മാവസ്ഥയുടെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പഠിച്ചു വന്ന പോയ കാലത്തിൻ്റെ വിചാരഗതിക്ക് അഥവാ അക്കാലത്തിൻ്റെ ശാസ്ത്രത്തിന് കാര്യങ്ങൾക്ക് പിന്നിലുള്ള കാരണപഠനത്തിനായി സ്ഥൂലരൂപത്തിലുള്ള സങ്കീർണമായ ഉപകരണങ്ങളുടെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നതായി പറയാനുമില്ല. ദൃശ്യാവസ്ഥകളെയും അവയെ സ്വാധീനിക്കുന്ന
ഊർജ വൈവിധ്യ വിശേഷങ്ങളെയും കുറിച്ചുള്ള പഠനം എന്നും അറിവ് എന്നുമുള്ള അടിസ്ഥാന ശാസ്ത്രത്തെ മുൻനിർത്തി തുടർന്നു വരുന്ന എല്ലാ പ്രവൃത്തികളിലും കണ്ടെത്തലിനു വേണ്ടി ദൃശ്യരൂപങ്ങളായ ഉപകരണങ്ങളുടെ അനിവാര്യത സംഭവ്യമായി തീരുന്നുവെന്നാണ് കാണാനാവുക. അതുകൊണ്ട് തന്നെ ഈ കാലത്തിൻ്റെ അറിവ് എന്ന നിലയിൽ എന്തെങ്കിലും സംജാതമാക്കുന്നതിന് ദൃശ്യരൂപങ്ങളായ സങ്കീർണ ഉപകരണങ്ങൾ അനിവാര്യമായി തീരുകയും അറിവ് എന്നത് കേവലമായ രൂപങ്ങളിൽ അധിഷ്ഠിതമായ പഠനമായി തീരുകയും ബുദ്ധിവൈഭവമായി ധരിച്ചു വയ്ക്കുന്നതിന് ഇടവരികയും ചെയ്യുന്നു എന്നതാണ് പരമാർത്ഥം. പഠനം എന്ന അനിവാര്യതയും അന്വേഷണങ്ങളുടെ ലക്ഷ്യവും ഭൗതിക താൽപ്പര്യങ്ങളെ മുൻനിർത്തി മാത്രം സംഭവിച്ചു വരുന്നത് കൊണ്ട് കാര്യത്തിന് പിന്നിലുള്ളതും അടിസ്ഥാനപരവും യാഥാർത്ഥ്യവുമായ കാരണമാകുന്ന സൂക്ഷ്മശക്തി വിശേഷത്തെ മനസ്സിലാക്കാൻ നിലവിൽ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. സൂക്ഷ്മതരമായ കണ്ടെത്തലുകളും അനുഭവവിശേഷങ്ങളും അതിനൊത്ത പ്രവർത്തനഗതിയുമൊക്കെ ഉണ്ടായിരുന്ന പോയ കാലം ഇന്നത്തേക്കാൾ ഉജ്ജ്വലമായ അറിവിനെ ഉൾക്കൊണ്ടിരുന്നുവെന്ന് വിചാരിക്കാൻ തക്ക തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏത് മേഖലയിലായാലും ലോകത്ത് പ്രവർത്തന മണ്ഡലത്തിലും അധികാരത്തിലും ചിന്താഗതിയിലുമൊക്കെയായി മുൻനിരയിൽ വരുന്നതിന് സാധ്യമാവുന്നത് ശേഷിയും അവകാശവും കൂടുതലുള്ള ജീവനുകൾക്കാണെന്നാണ് മനസ്സിലാക്കാനാവുക. ശേഷിയും അവകാശവും കൂടുതലുള്ള ജീവനുകൾ മുൻനിരക്കാർ ആയിത്തീരുന്നു എന്ന കാരണത്താൽ തന്നെ ലോകമെമ്പാടും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ രൂപമായും ശബ്ദമായും മറ്റനേകം ജീവനുകൾക്ക് അറിവിൻ്റെ അനുഭവം പകർന്നു കൊടുക്കുന്ന ഓരോ ജീവനും പുരാണ കഥകളിൽ വിവരിക്കുന്ന സൂക്ഷ്മാവസ്ഥയിലുള്ള ജീവശേഷികൾക്ക് തുല്യരായി നിൽക്കുന്നവർ തന്നെയാകുന്നു. ദൈവങ്ങളെന്നും പുണ്യാത്മാക്കളെന്നും പ്രതിഭാശാലികളെന്നും ഒക്കെയുള്ള പരിഗണനയിൽപ്പെടുത്തി നിർത്തപ്പെട്ടിരിക്കുന്നവർ എല്ലാവരും ഒരേപോലെ ശേഷിയും വൈഭവവും നന്മയും ഉള്ളവർ ആവുന്നില്ലല്ലോ. ജീവശേഷികളിൽ സംഭവിച്ചു നിൽക്കുന്ന സ്വാഭാവികമായ ഏറ്റക്കുറച്ചിലുകളുടെ പുനരാവിഷ്കാരത്തിൻ്റെ കാലത്തിനൊത്ത അവസ്ഥാവിശേഷങ്ങളാണ് ലോകമെമ്പാടും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോ ജീവശേഷിയും എന്നാണ് തിരിച്ചറിയാനാവുക. കാരണതരമായ നിക്ഷിപ്താവസ്ഥകൾ കൊണ്ട് ശക്തരായി മുൻനിരക്കാരായി തീർന്ന ജീവശേഷികളോട് ബന്ധപ്പെട്ടും അവരുടെ സങ്കല്പങ്ങളിലൂടെയും അല്ലാതെ ഒരു മൃഗത്തിനോ സസ്യത്തിനോ മനുഷ്യനോ പോലും മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷീഭവിക്കാനും ശബ്ദിക്കാനും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാനും സാധ്യമാവുന്നില്ല. എല്ലാം കാരണാധിഷ്ഠിതമായി പ്രത്യക്ഷീഭവിക്കുകയും അവസ്ഥ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ശേഷിയുള്ള മനസ്സ് എന്ന സങ്കല്പത്തിൻ്റെ ഭാഗമായി മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടുന്ന സസ്യ ജന്തുക്കളാവുന്ന ജീവശേഷികൾ പ്രത്യക്ഷപ്പെടുത്തുകയും ശ്രവിപ്പിക്കുകയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യശേഷിയുടെ അംശങ്ങളായി ആ പ്രവർത്തനത്തിലൂടെ നിലകൊള്ളുന്നത് ആയിത്തീരുന്നുവെന്ന് തിരിച്ചറിയാനാവുന്നു. ജീവിച്ചിരിക്കുന്ന അസംഖ്യം മനുഷ്യർ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ആണെങ്കിൽ പോലും ദേവന്മാരെ കടന്നു പോകുന്ന അവിധമായ ഒരു ഉന്നതശേഷിയിൽ എത്തി നിൽക്കുന്ന ഇക്കാലത്ത് ഉയർന്ന ജീവശേഷികളുടെ പ്രവർത്തനത്തിൽ വരുന്ന പാകപ്പിഴകളിലൂടെയും പാളിച്ചകളിലൂടെയും സമ്പാദിച്ചു വയ്ക്കാൻ കഴിയുന്ന സൂക്ഷ്മതരമായ ദോഷങ്ങൾ ഭയാനകമായി തീരുന്നതിന് ഇടയാകുമെന്ന് യുക്തിഭദ്രമായ ശാസ്ത്രബോധം കൊണ്ടുതന്നെ ബോധ്യപ്പെടുത്തേണ്ടതുമാകുന്നു. കാരണങ്ങളെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മനുഷ്യജീവൻ അതിൻ്റെ കാരണശക്തിയോളം പ്രാപ്യമാവുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിനിടയിൽ വെളിപ്പെട്ടു വരുന്ന അല്പവും വിസ്മയകരവുമായ അറിവിലൂടെയും ശേഷിയിലൂടെയും ഇച്ഛയ്ക്കൊത്ത എല്ലാം നിർമ്മിക്കുന്നതിനും തുടരെ ശേഷി ആർജിക്കുന്നതിനും എന്തിനെക്കുറിച്ചും അറിയുന്നതിന് സാധ്യമാവുമെന്ന് വിചാരിക്കാനും നിർബന്ധിതമായി തീരുന്നു എന്ന് പറയാം. കണ്ടെത്തലുകളുടെ പരിസമാപ്തിയും പ്രവർത്തനതരമായ പൂർണ്ണതയും ഭരിതമായ ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്ന ത്രികാലബോധവും സാധ്യമാവുന്നതിലൂടെ ജീവന്റെ പരിണാമപൂർണത സംഭവിക്കുന്നു എന്നതുകൊണ്ട് എല്ലാം കണ്ടെത്താനും നേടിപ്പിടിക്കാനും ആവുമെന്നുള്ള മനുഷ്യ സ്വപ്നങ്ങൾ
ഫലവത്താകാതിരിക്കില്ല. പൂർണ്ണത എന്നത് പ്രപഞ്ചത്തിൻ്റെ കാരണവും ലക്ഷ്യവും പ്രവർത്തനവും ചേരുന്നതിലൂടെ മാത്രം സംഭവിക്കുന്നത് ആയതുകൊണ്ട് ശാസ്ത്രം എന്ന സത്യാധിഷ്ഠിതമായ അന്വേഷണം കൊണ്ട് മനുഷ്യന് സ്വന്തം ജീവന്റെയും പ്രപഞ്ചത്തിൻ്റെയും കാരണവും ലക്ഷ്യവും കണ്ടെത്താൻ സാധ്യമാവുക തന്നെ ചെയ്യും. ജീവിതം കൊണ്ട് അന്തിമമായി സാധ്യമാകേണ്ടിയിരിക്കുന്ന പ്രാപഞ്ചികമായ ലക്ഷ്യപ്രാപ്തിക്കായി അതിനൊത്ത പരീക്ഷണ നിരീക്ഷണങ്ങളുടെ യഥാർത്ഥ വഴിയിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം. പ്രാപഞ്ചികമായ സകലതും ജീവതരമായ പ്രവർത്തനങ്ങൾ ആണെന്ന ബോധ്യം സംഭവിക്കുമ്പോൾ ശാസ്ത്രം എന്നതിൻ്റെ മുഖവും ലക്ഷ്യവും ഇന്ന് കാണുന്നതിൽ നിന്ന് വിഭിന്നമായിരിക്കുകയും ചെയ്യും. താഴെത്തട്ടിൽ കാണുമ്പോൾ കുടുംബ സമാധാനവും മാനവരാശിയുടെ മൊത്തമായ ലോക സമാധാനവും എന്ന സ്വപ്നം ശാസ്ത്രം എന്ന മുന്നേറ്റത്തിലൂടെ സഫലീകൃതമാവുകയും ചെയ്യും.